ഹലോ ഡിയേഴ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെയർ ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ്. വേറൊന്നുമല്ല, എൻ്റെ മുടിയുടെ ഒരു കോലം കണ്ടില്ലേ ഗൈസ്. അതായത് ഒട്ടും വെളിച്ചെണ്ണയില്ല, ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് പേർക്കൊക്കെ ചെയ്തു കൊടുത്തപ്പോൾ നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മുടി ഓൾറെഡി നല്ല ഡാമേജാണ്. അപ്പോൾ ഞാനും ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ മറ്റുള്ളവർക്ക് മാത്രം ചെയ്തിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് എൻ്റെ സ്വന്തം ഹെയർ ട്രീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോട്ട് ഓയിൽ മസാജാണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ തല നിറച്ച് താരനായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹെയർ ഇത്രയ്ക്ക് പെട്ടെന്ന് താരൻ വരാനുള്ള റീസൺ എന്ന് പറയുന്നത്, ഞാൻ മിനിയാന്ന്, അതായത് 2 ദിവസം മുന്നേ ഹെന്ന ചെയ്തായിരുന്നു എൻ്റെ തലയിൽ. കാരണം ഇവിടെയൊക്കെ ഓൾറെഡി എനിക്ക് ചെറുതായിട്ട് നര, ഞാൻ വൺസ് പിന്നെ മന്ത് നമ്മൾ ചെയ്യാറുള്ളതുകൊണ്ട് ഇതേപോലെ 2 ദിവസം മുന്നേ തന്നെ ഞാൻ ഹെന്ന ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹെന്ന ചെയ്യുന്നതിന് മുന്നേ എണ്ണയിട്ട് നമ്മൾ കുളിക്കണം. എണ്ണയിട്ട് നല്ല മസാജൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഇതേപോലെ ഹെന്ന ചെയ്യാൻ. കാരണം ഹെന്നയിൽ ഇപ്പോൾ മുട്ട ഇടുന്നുണ്ട്, അങ്ങനത്തെ കുറച്ച് തൈര്, അങ്ങനത്തെ കുറേ കാര്യങ്ങളും ആഡ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ തൈര് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. മുട്ട എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ഷാമ്പു എഫക്റ്റാണ് ഹെയറിന് കൊടുക്കുന്നത്. അപ്പോൾ മുടി ഒന്നും കൂടി ഡ്രൈ ആക്കും. അപ്പോൾ ഞാൻ അത് ഓർക്കാണ്ട് ഹെന്ന ചെയ്തു. അപ്പോൾ എണ്ണ 2 ദിവസം മുന്നേ പുരട്ടിയിട്ടുണ്ടായിരുന്നു വെച്ചെങ്കിൽ ഇത്രയ്ക്ക് ഡ്രൈ ആവില്ലായിരുന്നു. അപ്പോൾ ആ എണ്ണ ഇട്ടതിന് ശേഷം വൈകുന്നേരം ആയപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ കിടക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഫുൾ ടൈം മാന്തിക്കൊണ്ട് നടക്കാൻ എൻ്റെ വീട്ടുകാരെല്ലാവരും കാണുന്നതാണ്. ഇപ്പം ഇന്നലെ പറൂരായപ്പോഴാണെങ്കിലും ഞാൻ ഫുൾ ചൊറിഞ്ഞിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാണ്ട് എൻ്റെ കൈ തലയിൽ നിന്ന് എടുക്കാൻ പറ്റാണ്ട് ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഒരു ഹോട്ട് ഓയിൽ മസാജ് കൊടുക്കാം. അപ്പോൾ ഒരു സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാമല്ലോ. കാരണം ഇന്നലെ രാത്രിയൊക്കെ ഞാൻ എന്നിട്ടിരുന്ന് മാന്തനായിരുന്നു. പിന്നെ ഈരിയൊക്കെ നോക്കി, വല്ല പേനിൻ്റെ പ്രശ്നമാണ് എന്താണെന്ന് അറിയില്ല. പക്ഷേ ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് നമുക്ക് മര്യാദക്ക് ഈരാനും പറ്റുന്നില്ല, മുടി വെറുതെ പൊട്ടിപ്പോകുന്നു. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിന്നൊരു ഹോട്ട് ഓയിൽ ചെയ്ത് നോക്കാം. എന്തായാലും നല്ല റിസൾട്ടായിരിക്കുള്ളൂ. ഹോട്ട് ഓയിൽ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിന് മുന്നേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ചുമ്മാ എണ്ണയൊക്കെ ഇടുമ്പോൾ ഒന്ന് ചൂടാക്കിയിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അന്ന് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ചെയ്യുമ്പോഴേക്കും അങ്ങനെ അത്രക്ക് ഞാൻ ശ്രദ്ധ കൊടുക്കില്ല എൻ്റെ മുടിയിൽ. പിന്നെ നരക്കണയും കൂടെ ആയപ്പോൾ നമുക്ക് കുറേ നാൾ മുന്നേ നല്ല രീതിക്ക് ഇതേപോലെ ഓരോ കാര്യങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് നമ്മൾ ഓരോരോ പാക്കൊക്കെ അപ്ലൈ ചെയ്യും. അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ വേറെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ കാണുമല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കിയിട്ടാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ 2 ആഴ്ചയൊക്കെ നമ്മൾ ചെയ്ത് നോക്കുകയുള്ളൂ. റിസൾട്ട് ഇല്ലാണ്ടാകുമ്പോൾ ഞാൻ നിർത്തും. അപ്പോൾ പിന്നെ ബാക്ക് ടു നമ്മുടെ പഴയ പോലത്തെ മുടിയാകുമായിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ റോസ്മേരി വാട്ടർ ഉണ്ടാക്കിയില്ല, അത് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് റിസൾട്ട് ഉണ്ട് കേട്ടോ. കാരണം ഇവിടെയൊന്നും എനിക്ക് മുടിയൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പോൾ ഇത് ചെറിയ ചെറിയ ബേബി ഹെയർസ് കാണുന്നുണ്ട്. പക്ഷെ ഞാൻ അതാണെങ്കിലും ഇപ്പോൾ ഡെയിലി അല്ലെങ്കിൽ 3 പ്രാവശ്യം ഉണ്ടല്ലോ, ആഴ്ചയിൽ 3 പ്രാവശ്യം ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ മറന്നു. ആഴ്ചയിൽ ചിലപ്പോൾ 1 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും ഞാൻ പുറകോട്ട് പോകണില്ല എൻ്റെ ഹെയർ കെയറിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതിൻ്റെ തുടക്കം എന്നോണം തന്നെ ഞാനിപ്പോൾ ഹോട്ട് ഓയിലാണ് ചെയ്യണത്. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് ഹോട്ട് ഓയിലിൻ്റെ കുറച്ച് ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പൊക്കെ ഇതേപോലത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കണം. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മുടി ഇതേപോലെ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും ഭയങ്കര ഡ്രൈ ആയിട്ട് സ്കാൽപ്പൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതൊക്കെ റെഡിയാക്കാനും, അതുപോലെ സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും, പിന്നെ ഹെയർ ഗ്രോത്ത് ഒക്കെ നിങ്ങളുടെ ഇപ്പോൾ തടസ്സമായിട്ട് നിൽക്കുകയാണെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹോട്ട് ഓയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ കുറച്ച് ഏറ്റവും വലിയ സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്കൊന്ന് കിടന്നുറങ്ങുക. തലക്കൊക്കെ ഒരു നല്ലൊരു മസാജും അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, നമ്മുടെ തലക്ക് നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അന്നത്തെ ദിവസം നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. നല്ലൊരു എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ അതും കൂടിയൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോട്ട് ഓയിൽ ചെയ്യുന്നത്. അപ്പോൾ ഹോട്ട് ഓയിൽ ചെയ്യുന്നതിന് ഇന്ന എണ്ണ എന്നൊന്നുമില്ല, നവരത്ന ഓയിലാണ് കൂടുതലായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്. കുറച്ച് റിലാക്സേഷൻ കിട്ടും നമുക്കതിൻ്റെ മസാജൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷേ എല്ലാവർക്കും അത് പിടിക്കണമെന്നില്ല. പലർക്കും ആ ഒരു എണ്ണ ഉപയോഗിച്ച് ചിലപ്പോൾ തലനീരിറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു എണ്ണ എന്ന് പറയുന്നത്, നമ്മൾ ഏത് എണ്ണയാണോ ഇത്രയും നാളായിട്ട് യൂസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് ആ ഒരു എണ്ണ തന്നെ നമുക്ക് യൂസ് ചെയ്താൽ മതി. അതല്ലാണ്ട് ഇന്ന എണ്ണ പുരട്ടണം എന്നൊന്നും ആരും വാശി പിടിക്കേണ്ട, ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ തലക്ക് പറ്റിയ എണ്ണ ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇത്ര നാൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൊരു എണ്ണയുണ്ടല്ലോ, ആ എണ്ണ തന്നെ ഞാൻ ഈ പറയുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എണ്ണ ചൂടാക്കണം. അപ്പോൾ ഡയറക്റ്റായിട്ട് ചൂടാക്കരുത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിന് മുന്നേ വേറൊരു കാര്യം പറയട്ടെ.
നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ അമർത്തിയിട്ട് നോട്ടിഫിക്കേഷൻ എല്ലാം ഓൾ ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാനും അതുപോലെ നിങ്ങൾക്ക് കാണാനും എളുപ്പമായിരിക്കും. അപ്പോൾ അതാരും ചെയ്യാൻ മറന്നു വരില്ലേ, ഇപ്പം തന്നെ ഒന്ന് ചെയ്തേക്കണേ. പറ്റുമെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. അപ്പം നമുക്ക് നേരെ ഇനി ആ എണ്ണ എങ്ങനെയാണ് എണ്ണ എന്നല്ല, അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മതി വലിയ പണി നമുക്ക് പ്രത്യേകിച്ച് സമയമൊന്നും കൂടുതൽ പോകുന്നില്ല. മാക്സിമം ഒരു 1 അവർ, ഇതിനിപ്പോൾ എല്ലാത്തിനും കൂടി 1 അവർ വേണ്ടി വരും നമുക്ക് ഈ സാധനം എടുക്കാനും മസാജ് ചെയ്യാനും. ഇത്ര 20 മിനിറ്റോളം നമ്മൾ മസാജിന് ശേഷം ഒന്നിരിക്കണം. ഈ എണ്ണയൊക്കെ തലയിൽ പിടിക്കണമല്ലോ. അങ്ങനെ ഹെയർ വാഷ് എല്ലാം കൂടി ഇത് നമുക്ക് ഒരു 1 അവറിനുള്ളിൽ കഴിയാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ആ എണ്ണ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഡബിൾ ബോയിൽ മെത്തേഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് എന്തോരം അളവിൽ എണ്ണയാണോ വേണ്ടത്, ഇപ്പോൾ ഞാൻ എൻ്റെ മുടിയുടെ ലെങ്ത് അനുസരിച്ച് ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് വെച്ചിട്ട് നല്ലപോലെ ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇവിയോൺ ടാബ്ലറ്റ്സ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ട്, അത് 2 എണ്ണം പൊട്ടിച്ചിട്ട് അതും കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ടാണ് തലയിലേക്ക് ഉപയോഗിക്കുന്നത്. ഗൈസ്, അപ്പോൾ ഞാനിവിടെ ഹോട്ട് ഓയിലിന് വേണ്ടിയിട്ടുള്ള എണ്ണ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ചെയ്യേണ്ട രീതിയൊക്കെ നിങ്ങളിപ്പോൾ കണ്ടതല്ലേ, അപ്പോൾ അതേപോലെ ഫോളോ ചെയ്യുക. പിന്നെ ഇതിലേക്ക് ഞാൻ 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും ഇട്ടിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ലൊരു ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ മുടിയിലേക്ക് കുറച്ച് വൈറ്റമിൻസ് അതുപോലെ കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു എണ്ണയിൽ ഇതും കൂടി ആഡ് ചെയ്യണമെങ്കിൽ സൂപ്പറായിട്ട് അത് നമുക്ക് എഫക്റ്റ് ഉണ്ടാകും. കൂടുതൽ വൈകിക്കാണ്ട് നേരെ ഹോട്ട് ഓയിൽ ചെയ്യാം. അതല്ലെങ്കിൽ എണ്ണയുടെ ചൂടാറിപ്പോവും. ഞാൻ കൂടുതൽ കഥ പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണയുടെ ചൂടാറിപ്പോവും, പിന്നെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഒരു ഗുണമില്ല. അപ്പോൾ ഞാനൊരു പഞ്ഞി എടുത്തിട്ടുണ്ടായത്, ഒരു കോട്ടൺ. നമുക്ക് ഡിപ്പ് ചെയ്തിട്ട് വേണം നമ്മുടെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ ടിപ്പ് കൊണ്ട് ഇങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു പഞ്ഞിയാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ ചെയ്യാം. അപ്പം നമ്മൾ നേരെ ആദ്യം എടുക്കാം. ഇതേപോലെ നേരെ എടുത്തതിന് ശേഷം ഇതേപോലെ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് താരനുള്ള ഒരു ഏരിയയിലൊക്കെ നല്ലപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഇതേപോലെ പാർട്ടീഷൻ എടുത്തിട്ടാണ് ചെയ്യാനായിട്ട്, എന്നാലും എല്ലായിടത്തും എത്തുള്ളൂ. നിങ്ങൾക്ക് എന്തോരം അളവിൽ എണ്ണ വേണം ചതച്ചെടുക്കാം. കാരണം ഓരോരുത്തരുടെ മുടിയുടെ നീളവും അതുപോലെ ആ ഒരു ഉള്ളിൻ്റെ ഒക്കെ അത് തിക്നെസ്സൊക്കെ പലരും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ എണ്ണ എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം അളവിലെടുത്തിട്ടുള്ളൂ. കാരണം എനിക്ക് നീളം കുറവാണ്, അപ്പോൾ കുറച്ച് മതി. ഓരോരോ ലെവലെടുത്തിട്ട് തേച്ചിപ്പിക്കാം, നല്ലപോലെ വെച്ചിപ്പിക്കാം. കാരണം ഇവിടേക്കാണ് എനിക്ക് നല്ല ചൊറിച്ചിലുണ്ടായിരുന്നത്. അപ്പോൾ അവിടേക്ക് നല്ലപോലെ തേച്ചിപ്പിക്കാം. ഞാൻ തേച്ചിപ്പിച്ചിട്ട് നിങ്ങളെ ഫുള്ളായിട്ട് കാണിച്ചു തരാം. കേസ് അപ്പോൾ നമ്മൾ തല ഫുള്ളായിട്ട് എണ്ണ പുരട്ടിയിട്ടുണ്ട്. നമ്മുടെ ഹോട്ട് ഓയിൽ കുറച്ച് കഴിയുമ്പോഴേക്കും തണുത്ത്, നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ജസ്റ്റ് ആ വെള്ളമില്ല നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുള്ള ആ വെള്ളം കൊണ്ട് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഈ ഓയിലൊക്കെ ആണെങ്കിൽ ആ ചൂട് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കോളും. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് പറ്റുന്ന സമയം കൊണ്ട് എണ്ണയുടെ ചൂടാകും. അപ്പോൾ നിങ്ങൾ അതുപോലെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആ എണ്ണയുടെ ചൂട് അങ്ങനെ തന്നെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിരിക്കും. അങ്ങനെ ഞാനൊരു 5-6 മിനിറ്റ് എടുത്ത് എൻ്റെ തല മൊത്തം ഒന്ന് നല്ലപോലെ പഞ്ഞിയും വെച്ചിട്ട് ഈ എണ്ണ തലയിലേക്ക് പിടിപ്പിക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത്രയുമല്ല, നമുക്ക് ആദ്യമേ തന്നെ എണ്ണ പുരട്ടുന്നതിന് മുന്നേ തന്നെ നമ്മൾ നല്ലപോലെ മുടി കോംബ് ചെയ്യണം. അതിലൊട്ടും ചട പാടില്ല. നല്ല പല്ലകലമുള്ള ആ ഒരു ചീപ്പ് കൊണ്ട് വേണം നമ്മൾ തലയിൽ ചടയെല്ലാം കളയാനായിട്ട്. അപ്പോൾ എൻ്റെ ഓൾറെഡി കുറച്ച് മുടിയുണ്ട്, അപ്പോൾ വലിയ പാടൊന്നുമില്ല. നമുക്ക് മര്യാദക്ക് കൈ കൊണ്ട് തന്നെ കളയാവുന്ന കാര്യമുള്ളൂ എൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇതേ നോക്കി ഒട്ടും ചടയില്ല. ഇപ്പോൾ നിങ്ങളുടെ തലമുടി നിറച്ച് ചടയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ തലമുടി അറ്റമല്ലേ ഇവിടെ നിന്ന് തൊട്ട് ഇങ്ങനെ ഏരി മുകളിലേക്ക് കൊണ്ടുവരും. അതല്ല മുകളിൽ നിന്ന് തന്നെ ഏരിയാണെങ്കിൽ മുടി പിന്നെയും പൊട്ടിപ്പോകാനാണ് ചാൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തുമ്പത്ത് ഇങ്ങനെ ഏരിയയിൽ കൊണ്ടുവരാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അതിന് ശേഷം മാത്രം എണ്ണ പുരട്ടാൻ തുടങ്ങിയാൽ മതി. പിന്നെ നമുക്ക് അധികം വൈകാണ്ട് ഹെഡ് മസാജ് തുടങ്ങാം.
അപ്പോൾ ഞാൻ പറയുന്നത് സെയിം മസാജ് തന്നെ ചെയ്യണമെന്നില്ല. ഇപ്പം എനിക്കറിയാവുന്ന കുറച്ച് മസാജുകളാണ്. നിങ്ങൾക്ക് ഇത്ര നാൾ നിങ്ങൾ ഫോളോ ചെയ്ത് നിന്നിട്ടുള്ള മസാജ് ആണെങ്കിൽ അത് തന്നെ മതി. ഇതിപ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവ് ആണ് എനിക്ക് തോന്നി. അപ്പം അതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ എത്ര തലയിൽ എണ്ണ പുരട്ടെന്ന് പറയുന്നത് മാത്രം കാര്യമായില്ല. നമ്മൾ കൊടുക്കുന്ന മസാജിനനുസരിച്ചിരിക്കും. അതായത് നമ്മുടെ തലയിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടിയാൽ മാത്രമേ ഹെയർ ഗ്രോത്തിനാണെങ്കിലും അതുപോലെ നല്ലൊരു എഫക്റ്റൊക്കെ ആണെങ്കിലും നമുക്ക് പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ മസാജ് ചെയ്യാൻ നോക്കുക. പോട്ടെ, കിടക്കാൻ നേരത്ത് കുറച്ച് എണ്ണ, നമ്മൾ ഏത് എണ്ണയാണ് പുരട്ടുന്നത് അത് കുറച്ചെടുത്തിട്ട് നമ്മൾ കിടക്കുന്ന നേരത്ത് മസാജ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ നല്ല സുഖമായിരിക്കും, നല്ലൊരു എഫക്റ്റീവ് ആയിരിക്കും നമ്മുടെ തലക്ക്. കുറേ എണ്ണ ഒന്നും പാടില്ല, കാരണം നമ്മൾ കിടന്നുറങ്ങുമ്പോഴേക്കും നമ്മുടെ ബെഡ്ഷീറ്റിലേക്ക് എണ്ണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് എണ്ണ എടുത്തിട്ട് ഒരു മസാജിന് നമ്മൾ കൈ ഓടണമല്ലോ, അതല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴേക്കും അത് ഭയങ്കര പാടായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു ഡ്രോപ്പൊക്കെ എണ്ണ മതിയായിരിക്കും. നമ്മുടെ ഫിംഗർ ടിപ്പിലൊന്ന് ആക്കിയിട്ട് നല്ല മസാജ് കൊടുത്ത് ഒരു 5 മിനിറ്റോളം മസാജ് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു എഫക്റ്റീവ് ആയിരിക്കും കേട്ടോ. അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ കൂടുതൽ കഥ പറയുന്നത് നമുക്ക് നേരെ മസാജിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഇവിടെ നിന്ന് ഈ ഒരു മസാജ് കൊടുക്കാം. കുറേ അമർത്തണ്ട, കാരണം നമുക്ക് മർമ്മം തന്നെയാണ്. അപ്പോൾ കൂടുതൽ മസാജ് ചെയ്ത് അതുങ്ങളെ ഒന്നും കൊല്ലണ്ട. മർമ്മത്തിലേക്ക് നല്ല പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറ്റും, നല്ല കോമാ സ്റ്റേജിലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഈ ഫിംഗർ ടിപ്സ് കൊണ്ട് ഇങ്ങനെ ഒന്ന് മസാജ്. അപ്പം നമ്മുടെ ഈ 3 മസാജ് കഴിഞ്ഞു. ഇനി അടുത്തത് മുടി ഇങ്ങനെ പാർട്ടീഷൻ ചെയ്യുക. നമ്മൾ നേരെ പാർട്ടീഷൻ ചെയ്യുക. ഇതേപോലെ നേരെ, അതായത് നമ്മുടെ തലമുട്ടിന് നേരെ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കോമ്പ്, ടെയിൽ കോമ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ടെയിലും കൊണ്ട് കറക്റ്റ് എടുക്കണമെങ്കിൽ ഇതേപോലെ കിട്ടും. അതിന് ശേഷം ഇങ്ങനെ മസാജ് എടുക്കുക. ഇങ്ങനെ ഒരു പ്രസ് ചെയ്യുക. ഈ 3 ഫിംഗേഴ്സ് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു മസാജ് ഈ അറ്റം വരെ ഇങ്ങനെ കൊടുക്കാം. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഈ അറ്റം വരെ ഇങ്ങനെ മസാജ്. അതുപോലെ ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്തില്ലേ, ഓയിൽ അപ്ലൈ ചെയ്തപ്പോൾ നമ്മളിങ്ങനെ പാർട്ടീഷൻ ചെയ്തില്ല, അങ്ങനെ ഞാനിവിടെ ഈ ഒരു സ്റ്റെപ്പ് മസാജ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു പ്രസ്സിങ് കൊടുത്തു, അതിന് ശേഷം ഇതേപോലെ വകഞ്ഞെടുത്തു. ഇനിയുള്ളതാണ് നമ്മുടെ പുള്ളിങ് എന്ന് പറയുന്നത്. കാണിച്ചു തരാം. നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം, അതല്ലെങ്കിൽ രണ്ടും ചെയ്യാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല. നമുക്കിതേപോലെ മുടി ഇങ്ങനെ എടുക്കാം. അതിന് ശേഷം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് വലിക്കാം. മനസ്സിലായോ? ഇപ്പം ആ ട്വിസ്റ്റ് ചെയ്ത മുടി ജസ്റ്റ് ഇങ്ങനെ ഇട്ടെടുക്കാം. അപ്പോൾ നമുക്ക് 2 കൈയും വെച്ച് വഴങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ സൈഡ്, അതായത് ഒരു സൈഡ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. കാണിച്ചത് ഒരു സൈഡ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് 2 സൈഡ് വഴങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം, വലിച്ച് പറിക്കാനല്ല ഉദ്ദേശിച്ചത്. നമുക്കൊരു അതായത് നമ്മുടെ ഹെയർ റൂട്ടില്ലേ, ആ ഹെയർ റൂട്ടിൽ നമുക്കത് മനസ്സിലാവണം, നമ്മളിങ്ങനെ ഒരു കൊടുക്കുന്നുണ്ടെന്നുള്ളത്. ഈ ഒരു മസാജ് നമുക്കിങ്ങനെ ഇതാരെങ്കിലും, അതായത് നമുക്കിങ്ങനെ ആരെങ്കിലും ചെയ്തു തരാനുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവായിരിക്കും. വേറൊന്നുമല്ല, നമുക്ക് നമ്മുടെ ഈ പുറകുവശത്തോട്ടൊക്കെ എങ്ങനെയാണ് എല്ലായിടത്തും കറക്റ്റായിട്ടാണ് എത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നല്ല പ്രാക്ടീസ് ഉള്ളവർക്കാണെങ്കിൽ ഓക്കെ ആയിരിക്കും. അതല്ലാത്തവരാണെങ്കിൽ നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടല്ലോ, അവർ ഫ്രീ ആയിട്ട് പിടിക്കുമ്പോൾ ഇതേപോലെ കുറച്ച് എണ്ണയൊക്കെ അടിച്ചില്ലേ അവരുടെ അടുത്തോട്ട്, എന്നിട്ട് അമ്മയ്ക്കൊന്ന് മസാജ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാണ്ട് വേറെ വഴിയില്ലല്ലോ, മക്കളല്ലേ പറഞ്ഞേക്കണം. അപ്പം അവർ ചെയ്തെന്നോളൂ. ഇതേപോലെ ഇവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ പോലും ജസ്റ്റ് ഇങ്ങനത്തെയൊക്കെ മസാജ് ചെയ്യാൻ അറിയാമല്ലോ. അപ്പം അങ്ങനെയൊക്കെ എന്തായാലും അവർ ചെയ്തു തന്നിരിക്കും. അപ്പോൾ നമുക്ക് ഇതേപോലെ കുറച്ച് ഭാഗങ്ങളെടുത്തിട്ട്, ഇവിടെ എന്നെ സഹായിക്കാൻ ആരില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നു ഇതേപോലെ. അപ്പം നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞ്. അതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അതായത് മുടി ഇങ്ങനെ പാർട്ടീഷൻ ചെയ്യുക, അതിന് ശേഷം കുറച്ച് സെക്ഷൻ മുടി എടുക്കുക, ട്വിസ്റ്റ് ചെയ്യുക, ഈ ഒരു ഫിംഗർ കൊണ്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒന്ന് വലിക്കുക. മനസ്സിലായോ? അത്രയേ ഉള്ളൂ.
ഇനി നമുക്ക് അടുത്തത് ഒരു പുഴു എന്ന് പറഞ്ഞ മസാജാണ്. പുഴുവിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ്, വൺ ഡയറക്ഷനിലല്ല, അല്ലാണ്ട് പുഴു ഇങ്ങോട്ട് റിട്ടേൺ പോയില്ല. അപ്പോൾ അത് നമുക്ക് ബാക്കിൽ നിന്ന് തുടങ്ങണം. ബാക്കിൽ നിന്നാകുമ്പോൾ നമുക്ക് ഇതേപോലെ ആദ്യം മുടി ഫുൾ പാർട്ടീഷൻ ചെയ്യാം. ഇതേപോലെ രണ്ട് സൈഡിലേക്ക് ഇടാം. എന്നിട്ട് അതിനെ ചുറ്റിക്കുന്ന ഇതില്ലേ, ഇതും കൊണ്ട് നോക്കിക്കാം. ഈ ഒരു മൂവ്മെൻറ്റ് ഇവിടെ താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റാണ്. മനസ്സിലായില്ലേ? അതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഞാൻ വേറെ ആളുടെ തലയിലാണ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മര്യാദക്ക് ഞാൻ മുടി പാർട്ടിഷൻ ചെയ്ത് കാണിച്ചിട്ട് ഇങ്ങനെ ആ ഒരു മൂവ്മെൻറ്റ് കാണിച്ചു തന്നാണ്. ഇപ്പോൾ സ്വന്തമാകുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഫ്രണ്ടിലോട്ട് എടുത്ത്, മനസ്സിലായോ? ഇവിടെ നിങ്ങൾ തുടങ്ങി എടുക്കുമ്പോൾ ഇങ്ങനെ ഫ്രണ്ടിൽ വരും, അല്ലാണ്ട് തിരിച്ചങ്ങോട്ട് പോകില്ല. ബാക്കിൽ നിന്ന് നേരെ ഫ്രണ്ടിലേക്ക്, അത് നമ്മൾക്ക് അടുത്ത പാർട്ടിഷൻ എടുക്കാം. ബാക്കിൽ നിന്ന് നേരെ ഫ്രണ്ടിലേക്ക്, ഇതിങ്ങനെ. അപ്പോൾ നമ്മുടെ പുഴുവിൻ്റെ മസാജ്, അതായത് ഈ ഒരു മസാജ് നമ്മുടെ കഴിഞ്ഞ് മാക്സിമം നല്ലപോലെ കൊടുക്കുക. ഓക്കെ, അതായത് നമ്മൾ നഖം വെച്ചായിരിക്കും ചെയ്യേണ്ടത്. നമ്മുടെ ഫിംഗർ ടിപ്പ് ഈ ഒരു ഭാഗമില്ല, ഈ ഒരു ഫിംഗർ ടിപ്പ് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ എടുക്കേണ്ടത്. നല്ലൊരു സുഖമായിരിക്കും എന്തായാലും. ഇനി നമ്മുടെ അടുത്ത മസാജ് എന്ന് പറയുന്നത്, നമ്മൾ മലയാളം ലെറ്റർ താഴെ എഴുതില്ല, ഇങ്ങനെ താഴെ എഴുതണം, താഴെ എഴുതുന്ന ഇങ്ങനെ. അപ്പോൾ നമ്മൾ നമ്മുടെ ഫുൾ ഫിംഗർ കൊണ്ട് താഴെ എഴുതുക, കണ്ടോ, താ. അപ്പം നമുക്കിതാദ്യം പുറകിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ മുടി ഫുള്ള് നമുക്ക് ബാക്കിലേക്ക് ഇങ്ങനെ ഇടാം. ഇങ്ങനെ താ, ഈ താ ഒരു നമ്മുടെ തലമുടിയുടെ ഉള്ളിലേക്ക് പോകണം, അതായത് സ്കാൽപ്പിലേക്ക് ചെന്നിട്ടാണ് നമ്മൾ താഴെ എഴുതേണ്ടല്ലാണ്ട് മുടിയുടെ പുറത്ത് കൂടി അല്ലിപ്പ് എഴുതേണ്ടത്, അകത്ത് കൂടെ ഇങ്ങനെ. ഇനി നമുക്ക് മുടിയുടെ പുറത്ത് കൂടി, അതായത് നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ പുറത്ത് കൂടി നമുക്ക് താഴെ എഴുതണം. അപ്പം മുടി ഇങ്ങനെ പിന്നില്ല. നമുക്ക് ഈ ഒരു കണ്ട ഇത് ഇങ്ങനെ 3 times ചെയ്യുക. കുമ്പിട്ടുകൊണ്ട് കാണിച്ചിട്ടുള്ളത്. അപ്പം അകത്ത് കൂടി ഇങ്ങനെ താഴെ 3 times. എന്നെ കണ്ട പാണ്ടിച്ചിട്ട് ലുക്കുണ്ടെന്നറിയാം. അതിപ്പോൾ എല്ലാവരും ഇതേപോലെ എണ്ണയൊക്കെ ഇട്ട് മുടി ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഓൾറെഡി പാണ്ടിച്ച് ലുക്കാവും. സഹിക്കുക. ഇങ്ങനെ അകത്ത് കൂടി ഇങ്ങനെ താഴെ എഴുതി ഇങ്ങനെ. അപ്പം നമ്മൾ അകത്ത് കൂടി താഴെ എഴുതി, പുറത്ത് കൂടിയും താഴെ എഴുതി. ഇനി നമുക്ക് ക്രോസ്, ഫുൾ ഫിംഗർ ക്രോസ് ചെയ്യാം. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ചെയ്ത ആദ്യം അകത്ത് കൂടെ നോക്കിക്കോട്ടെ. അപ്പം നമ്മുടെ ക്രോസിൻ്റെ മസാജും കഴിഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യം എന്താ ചെയ്തത്, ആദ്യം ഇങ്ങനെ പ്രഷർ കൊടുത്തു, അതിനുശേഷം മുടി ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ട് ഡ്രസ്സ് കൊടുത്തു. ഓക്കെ, അതങ്ങനെ ഫുൾ മുടി നമ്മൾ ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇതിൽ പാർട്ടീഷൻ ചെയ്തിട്ട് കുറച്ച് മുടി എടുത്തിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് പുള്ള് ചെയ്തു, മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുഴു ബാക്കിൽ നിന്ന് ഇങ്ങനെ ഒടിച്ച് ഫ്രണ്ടിൽ, അതുപോലെ അടുത്ത സെക്ഷൻ ഇങ്ങനെ ഫ്രണ്ടിൽ. അതിനുശേഷം നമ്മൾ താ എഴുതി, മലയാളം അക്ഷരം താ, മുടിയുടെ അകത്ത് കൂടി എഴുതി ഫുൾ ഫിംഗേഴ്സ് ചവിട്ടാം. അതിനുശേഷം പുറത്ത് കൂടി ഇങ്ങനെ താ എഴുതി. നമുക്ക് പെട്ടെന്ന്, അതായത് പ്രത്യേകിച്ച് മസാജ് നമുക്ക് അറിയില്ല, ഹെഡ് മസാജിൻ്റെ സ്റ്റെപ്സ് നമുക്ക് അറിയില്ല എങ്കിൽ പോലും ഈ താ മസാജില്ലേ, അതായത് ഈ ഒരു ഫ്ലോ അത് നീളം നല്ലപോലെ കൊടുത്തു കഴിഞ്ഞാലും മതി. അത് തന്നെ നല്ലൊരു മസാജാണ്. പിന്നെ ഈ സ്റ്റെപ്സൊക്കെ പുതിയ കണ്ടുപിടുത്തങ്ങളാണ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിനനുസരിച്ച്, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റെപ്സ് കൊടുക്കാം. കുറേ ഇട്ട് പണിത് നാളും കൊണ്ടൊന്നും തല പൊട്ടിക്കാൻ നിൽക്കരുത്. ഓൾറെഡി നമ്മൾ താരം കാരണം മാന്തി പൊട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. അതിനിടയിൽ കൂടി കൂടുതൽ മസാജ് മാന്തും കൊടുത്ത് പൊട്ടിക്കാൻ നിൽക്കരുത്. അപ്പോൾ താഴെ എഴുതി ക്രോസ്, അകത്ത് കൂടി നമ്മൾ ക്ലോസ് ചെയ്ത് പുറത്ത് കൂടി നമ്മൾ ക്ലോസ് ചെയ്തു. പറിക്കണൊരു മസാജ് മനസ്സിലാവും, ഒരൊച്ച കേൾക്കും, അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യും. കാരണം ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടാൻ പറ്റും. ബ്ലഡ് സർക്കുലേഷൻ മര്യാദക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ മുടിമള്ളിയൊക്കെ വളരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് തലയൊക്കെ നല്ലോണം അനക്കി കൊടുക്കുക. നമ്മൾ ഇന്നും പറഞ്ഞ് ഇങ്ങനെയല്ല. പിന്നെ അവരെ മസാജ് ചെയ്തിട്ട് നമ്മുടെ തലക്ക് നമുക്ക് കഴുത്തിൽ ഒരു മസാജ് ചെയ്തിട്ട് നമ്മൾ, അതായത് നമ്മൾ ഇങ്ങനെ ഫ്രണ്ടിലോട്ട്
3 ടൈംസ്. നമ്മുടെ ഈ കഴുത്തിനൊക്കെ ഒരു നല്ലൊരു മസാജ് കിട്ടിയാലല്ലേ മുടിയൊക്കെ എന്തായാലും വളരുള്ളൂ. നമ്മുടെ ഈ ഒരു ഭാഗത്തൊരു മസാജ് കിട്ടിയാൽ മാത്രമേ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ വളരുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള സാധനം മെയിൻ എന്താ, നമുക്ക് മുടി. അപ്പോൾ ഇതിൻ്റെ വളർച്ചയ്ക്ക് നമ്മൾ ആ ഒരു ഏരിയയിൽ നല്ലൊരു മസാജ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആ സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി നമ്മുടെ മസാജിനൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് കാര്യമുണ്ട്. ഇതേപോലെ മുടി നല്ലപോലെ രണ്ടായിട്ട് പാർട്ടിഷൻ ചെയ്യാം. കഴിഞ്ഞു, പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഈ ഒരു രീതിക്ക് എടുക്കാം. എന്നിട്ട് ഇങ്ങനെ എടുത്ത് വലിക്കാം. ഇവിടെ നമുക്ക് ഒരു ടൈറ്റ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ ഈ ഒരു ഇത് മുടിയൊക്കെ ഒന്ന് വലിച്ചാൽ നീങ്ങാൻ പറ്റുള്ളൂ. നല്ലപോലെ ചത്തിരിക്കുകയാണെങ്കിലോ. അപ്പം നമുക്ക് പയ്യെ വലിച്ചെടുക്കാം. ഇനി വേറെ സ്റ്റെപ്പ് ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു വൈബ്രേഷൻ പോലെ നമ്മളിങ്ങനെ തലക്കിട്ട് ഈ ഒരു ഫിംഗർ ടിപ്സ് ചെയ്ത് ഒരടി എനിക്ക് പറ്റില്ല, കാരണം അതെൻ്റെ കൈ വഴങ്ങില്ല. ആരെങ്കിലും ഒരാൾ ചെയ്തു തരികയാണെങ്കിൽ കുഴപ്പമില്ല. അതാണ് ഞാൻ കൂടുതൽ അതിനെപ്പറ്റി കാണിക്കാത്തത്. എന്നാൽ അതും ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഈ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫുൾ മുടി ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു സാധനമില്ലേ, നല്ലൊരു ഫീലാണ് ഇത് ചെയ്യുമ്പോൾ. നല്ലൊരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടി. ആ ഒരു ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്, നല്ലൊരു സുഖം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെഡ് മസാജ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെഡ് മസാജ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ബാക്കിൽ ഷോൾഡർ മസാജ് കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക്, അതല്ലെങ്കിൽ നമ്മൾ ഇത്രയും മസാജ് ചെയ്ത് ഇറങ്ങി നീരൊക്കെ ഇവിടെ വന്നിരിക്കും, അത് ഈ ഷോൾഡറിൽ നിൽക്കും. പിന്നെ നമുക്ക് ഇവിടെ വല്ലതും വേദനയൊക്കെ. ഇപ്പോൾ ജസ്റ്റ് ഒരു മസാജ്, ഷോൾഡർ മസാജ് ഉണ്ട്. ഇത് ഇവിടെ നിന്ന് നമ്മുടെ ഇവിടം വരെ പ്രസ് ചെയ്ത് കൊടുക്കില്ല, ഇങ്ങനെ ഇവിടം വരെ പ്രസ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇതില്ലേ, നമ്മുടെ ഇത് വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സൈഡ് പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കുക. ഇത്രത്തോളം നമുക്ക് ഇതിനെ തിരിച്ചാണ് ചെയ്യേണ്ടത്, പക്ഷെ എനിക്ക് കൈ വഴങ്ങില്ല. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വലിക്കുക. നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് വലിക്കുക. മനസ്സിലായോ? ഈ ഒരു രീതിക്ക് ഞാൻ കൈ പിടിച്ച രീതിക്കായിരിക്കണം. നമ്മളിപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഒരാൾ നിൽക്കുകയാണെങ്കിൽ ഞാൻ അയാൾ പുറം തിരിഞ്ഞ് നിൽക്കുക. അപ്പോൾ അയാൾക്ക് ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ വിടുക. മനസ്സിലായി? 3 പ്രാവശ്യം ഇങ്ങനെ വിടുക. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ മസാജിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കഴിയും. ഇതിപ്പോൾ ഞാൻ അതായത് ഏതെങ്കിലും കസ്റ്റമറിനെ കിട്ടുകയാണെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇനി ഹോട്ടലിൽ ആർക്കും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു വീഡിയോ, എങ്ങനെയാണ് നമ്മൾ ഒരാൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് രീതികളുണ്ടല്ലോ. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് അത് കാണിച്ചു തരാൻ പറ്റില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ക്യാപ്ചർ ആയിട്ടുണ്ടാവില്ല, മനസ്സിലായി? അത് നിങ്ങൾക്ക് ഗ്രാസ്പ് ആയിട്ടുണ്ടാവില്ല. പിന്നെ ഞാൻ നെക്സ്റ്റ് ടൈം ആർക്കെങ്കിലും ഞാൻ ഹോട്ടലിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു വീഡിയോ എടുത്തിട്ട് മതി, അത് കാണിച്ചു തരാം. അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടേണ്ട കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, ഹോട്ടലിൻ്റെ ബെനിഫിറ്റൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടാൻ ആ സ്റ്റെപ്സും അതേപോലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഹോട്ടലിൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. ഇപ്പം തന്നെ, അതായത് എൻ്റെ തലയിൽ ഒട്ടും എണ്ണ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. ഞാൻ എണ്ണ ചെയ്തു, വൈകുന്നേരം ആയപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ചൊറിച്ചിലാണ്. രാത്രി വീട്ടിൽ തലയിരി കുറേ താരൻ്റെ പൊടിയല്ലാണ്ട് വേറെ കിട്ടിയില്ല. അപ്പോൾ ഞാൻ തൊട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ഇറിറ്റേഷൻ ആയിരുന്നു എനിക്ക്. ഇന്നലെ എനിക്ക് പറഞ്ഞിട്ട് പോകാനുണ്ടായിരുന്നു. രാവിലെ അപ്പോൾ എനിക്ക് എണ്ണീട്ടൊന്നും മര്യാദ കുളിക്കാൻ സമയം ഉണ്ടായില്ല. അത് എങ്ങനെ 1 അവർ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കളയാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് കളയാനുണ്ടായിരുന്നില്ല. എനിക്ക് റെഡി ആവാനും അങ്ങനത്തെ കുറച്ച് കളിയൊക്കെ ഉണ്ടായിരുന്നുണ്ട്. എനിക്ക് ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ ഈ ക്ലാസ്സില്ല, ഞാൻ ഫ്രീ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എനിക്കും ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ തന്നെ നല്ല ആശ്വാസമുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചില പ്രഷർ പോയിന്റ്സ് ഉണ്ട്. അതെവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ നമുക്ക് ഏത് ഫിംഗറാണ് വഴങ്ങുന്നത് അവിടെ ഒരു മസാജ് ചെയ്യുന്നത്, ഒരു റൗണ്ട് മസാജിന് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ പ്രഷർ പോയിന്റ്സ് ആണ്. കാരണം ഇത്രയും മസാജൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയസ് നമ്മൾ ഒരു മസാജ് കൊടുക്കും. പിന്നെ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ ഈ നിർബന്ധമില്ലേ, ഞാനിവിടെ ചെവിയുടെ ഇങ്ങനെ പിടിച്ച് എൻ്റെ ഫിംഗേഴ്സ് എവിടെ കിട്ടുന്നു അവിടെ ഒരു മസാജ്, റൗണ്ട് മസാജ് ഇങ്ങനെ റൗണ്ട് മസാജ് കൊടുക്കാം. അങ്ങനെ പിന്നെ ഉള്ളത് നമ്മുടെ ചെവിടില്ല, ചെവിടുന്ന് പറഞ്ഞ് താഴത്തേക്ക് മസാജ്, അത് നമ്മൾ വിട്ടൊന്ന് തടവി കൊടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഉറക്കം, അതായത് പലർക്കും
ഭയങ്കര സ്ട്രെസ്സൊക്കെ കാരണം മര്യാദക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല. പലർക്കും പല രീതിയിലായിരിക്കും സ്ട്രെസ് എന്ന് പറയുന്നത്. ചിലർക്ക് ഉറക്കം കിട്ടാണ്ടാകുമ്പോൾ സ്ട്രെസ്സ്, ചിലർക്ക് വർക്ക് കൂടുമ്പോഴുള്ള സ്ട്രെസ്സ്, അല്ലാണ്ട് വീട്ടിൽ പല കാര്യങ്ങളെ പറ്റി സ്ട്രെസ്, അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആൾക്കാർക്കൊന്നും ഉറക്കം കിട്ടില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ തലക്കൊരു മസാജ് കൊടുത്ത് തലേനെ ഒന്ന് ഉറക്കുക. നമ്മുടെ പതുക്കെ പറയാനുള്ളൂ. അപ്പോൾ മാക്സിമം നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ നോക്കുക. അത് ശ്രദ്ധിക്കാൻ പറ്റാറുണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മളെ സ്നേഹിക്കുക, ഇതേപോലെ നമ്മുടെ മുടിയെ സ്നേഹിക്കുക. നമുക്ക് ഇതേപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കേൾക്കാൻ മാത്രമേ അറിയില്ല പ്രാണികൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ പുറത്തൊന്നും കാശ് കളയണമെന്നില്ല. നമുക്ക് വീട്ടിൽ നിന്നായാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ തല നല്ലപോലെ മസാജ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരു 50% നമുക്ക് തന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അത് നമ്മളെ സ്നേഹിക്കുക. പ്രായം കൂടുന്തോറും ഇനി എന്തിനാ ചെയ്യണേ, ഇത്രയൊക്കെ ആയില്ലേ, വയസ്സായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മരിക്കുന്നവരെ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കാനുള്ളത്. നമ്മൾ പുറത്ത് പൈസ കൊടുത്ത് അല്ലെങ്കിൽ ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള രീതിക്കല്ലാണ്ട് നമ്മുടേതായിട്ടുള്ള കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ സ്നേഹിച്ചിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിന് കുറച്ച് നീളം കൂടിപ്പോയി എനിക്ക് തോന്നുന്നു. വീഡിയോ ഞാൻ നല്ല ഡീറ്റെയിൽ മീൻസ് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിതൊരു 20 മിനിറ്റ് ഇതേപോലെ എണ്ണയിട്ടിട്ട് മസാജിന് ശേഷം 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്, നമ്മൾ അല്ലാണ്ട് ഇപ്പോൾ ഹോട്ടലിൽ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഷാമ്പു ആൾക്കാർ അത് പറയണിട്ട് ഇത് പറയുന്നത് നല്ലതാണ് അങ്ങനെയൊന്നല്ല. നമ്മൾ ഇത്ര നാൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള, നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലയെന്ന് തോന്നിയിട്ടുള്ള ആ ഒരു ഷാമ്പു തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ എന്തെങ്കിലും താളി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സാധാരണ ഡവ് ഷാമ്പു ആണ് ഉപയോഗിക്കുന്നത്. ആ സാമ്പിളില്ല 5 രൂപയുടെ, അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിട്ട് ഞാൻ വാഷ് ചെയ്ത് കളയും. വാഷ് ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മൾ വെറുതെ ഇട്ട് പതപ്പിക്കണമില്ല, കാരണം താരനൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഷാമ്പു നല്ലപോലെ ഇട്ടിട്ട് നല്ലപോലെ ഇങ്ങനെ സ്കാൽപ്പിൽ ഈ ഒരു മസാജ് കൊടുക്കണം, മനസ്സിലായോ? എന്നാൽ മാത്രമേ താരനൊക്കെ ഇളകി പോകുള്ളൂ. പിന്നെ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. മാക്സിമം ആഴ്ചയിലോട്ട് ഒരു ആവശ്യമെങ്കിലും ഇതേപോലത്തെ ഹോട്ട് ഓയിൽ ചെയ്യാൻ നോക്കുക. അതല്ലെങ്കിൽ എണ്ണയിട്ട് കുളിക്കുന്ന സമയത്താണെങ്കിൽ നല്ലപോലെ മസാജ് ചെയ്തിട്ട് ആ താരനൊക്കെ കളയാൻ നോക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിലോട്ട് വന്നിരിക്കും. ടാറ്റാ. പിന്നൊരു കാര്യം, ഞാൻ ഈ പറമ്പിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. ഒരുപാട് കിളികളും കാക്കകളും കുറേ പക്ഷികളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ നല്ലോണം സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അതൊക്കെ ഡിസ്റ്റർബൻസ് ആയിട്ടില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കുക. കുറച്ച് ഫ്രീ ആയിട്ട് എനിക്ക് സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറമ്പിൽ വന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെ നിന്ന് സംസാരിക്കാനായിട്ട്. റൂമിലാണെങ്കിൽ നമ്മൾ അടച്ചു പൂട്ടി, അതല്ലെങ്കിൽ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ കുറച്ച് പുറത്ത് കാറ്റും വെളിച്ചമൊക്കെ കൊണ്ട്, അതേ നമ്മുടെ നോർമൽ സൺലൈറ്റിലെ വെട്ടത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആകെ ഉണ്ടാവുന്ന ഡിസ്റ്റർബൻസ് ഈ ഒരു കാക്കയുടെയും കിളിയുടെയൊക്കെ സൗണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും കണ്ടതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പിന്നീട് വേറെ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഇതേപോലത്തെ എന്തെങ്കിലും, അതായത് ഞാൻ ഇതേപോലത്തെ ബ്യൂട്ടി ടിപ്സോ അതല്ലെങ്കിൽ ഹെൽത്ത് കെയർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ പറയുക. അപ്പോൾ ഞാൻ മാക്സിമം നിങ്ങൾ പറയുന്ന ആ ഒരു സജഷൻസ് വെച്ചുകൊണ്ട് വീഡിയോ ചെയ്യാൻ നോക്കാം. ഞാൻ ഇത്ര നാൾ ചെയ്തിട്ടുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട വീഡിയോ എന്നും കൂടി കമൻറ്റ് ചെയ്തേക്കുക. കണ്ടിട്ടുള്ളവരാണെങ്കിൽ ആ ഒരു കാറ്റഗറിയിലേക്ക് മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ടാറ്റാ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുത്. ഓക്കെ, ബൈ.